I just think I want someone to tell me how to live my life, father. Because so far, I think I've been getting it wrong. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ നമ്മൾ എല്ലാവരിലുമുണ്ട്. അല്ലെങ്കിൽ അവൾ എവിടെയൊക്കെയോ നമ്മൾ തന്നെയാണ്. ഫീബി വാൾബ്രിഡ്ജിന്റെ ഫ്ലീബാഗ് എന്ന സീരീസ് പറയുന്നത് പെർഫെക്റ്റ് അല്ലാത്ത ഫ്ലോഡായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. 2016 BBC-യിൽ റിലീസ് ചെയ്ത ഫ്ലീബാഗ് ദ പെർഫെക്റ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് യങ് വുമൺ എന്ന കൺസെപ്റ്റിനെ അല്ലായിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ മികച്ച ഫെമിനിസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഫ്ലീബാഗ് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് ഷോയുടെയും പേര്, ഫ്ലീബാഗ്. എന്താണ് ഫ്ലീബാഗ്? എ ഡേർട്ടി ഓർ എ ഷാബി പേഴ്സൺ, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ലുക്സ് പുവർ ആൻഡ് ഡസ് നോട്ട് ടേക്ക് കെയർ ഓഫ് ദെയർ അപ്പിയറൻസ്. ഇതാണ് ഫ്ലീബാഗ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ. ഫീബി വാൾബ്രിഡ്ജിന്റെ ഫ്ലീബാഗും അങ്ങനെ തന്നെയാണ്. അവളെ നമുക്ക് എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലായ്പ്പോഴും അവൾ കോൺഫിഡന്റോ ഓണസ്റ്റോ ആയിരിക്കണമെന്നില്ല. അവൾ സ്വന്തം പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലുകയാണ്, നടുക്കടലിൽ കിടന്ന് നീന്തുന്നത് പോലെ. എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയാണ് അവൾക്ക് മിക്കപ്പോഴും. ലണ്ടനിൽ ഒരു കഫേ ഓണറായ ഫ്ലീബാഗ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവളുടെ കഫേ ലാഭത്തിലല്ല പോകുന്നത്. ഫ്ലീബാഗും സുഹൃത്ത് ബൂവും കൂടി ആരംഭിച്ച കഫേയാണത്. എന്നാൽ ബൂ മരിച്ചതോടെ ഫ്ലീബാഗിന് ആ കഫേ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരികയാണ്. പിന്നെ അവൾക്ക് കൂട്ടായി ബൂ വളർത്തിയിരുന്ന ഒരു ഗിനി പിഗുമുണ്ട്. സുഹൃത്തിന്റെ ആത്മഹത്യയുടെ ട്രോമയാണ് ഫ്ലീബാഗിന്റെ ജീവിതത്തെ ആകെ താറുമാറാക്കിയത്. അവളുടെ ലോകമായിരുന്നു ബൂ എന്ന് തന്നെ പറയാം. പക്ഷേ ഫ്ലീബാഗ് ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണ് ബൂ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അത് അവളെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. എന്നാൽ ഫ്ലീബാഗിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവൾ ഇത്രയും ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം അവൾ അതെല്ലാം മറച്ചു പിടിക്കുന്നത് തമാശയിലൂടെയാണ്. എല്ലാം അവൾക്ക് തമാശയാണ്. ഇനിയിപ്പോൾ കുടുംബത്തിന്റെ സഹായം തേടാമെന്ന് കരുതിയാൽ അതും അവൾക്കൊരു ഓപ്ഷൻ അല്ല. കാരണം അമ്മ മരിച്ച ശേഷം അച്ഛൻ മറ്റൊരു സ്ത്രീയുമായാണ് ജീവിക്കുന്നത്. അവർക്കാണെങ്കിൽ ഫ്ലീബാഗിനെ ഇഷ്ടമല്ല. അച്ഛൻ ഒരു തരത്തിലും അറ്റാച്ച്മെന്റ് കാണിക്കാത്ത വ്യക്തിയാണ്. പിന്നെയുള്ള ചേച്ചി സപ്പോർട്ടീവ് ആണെങ്കിലും ആദ്യം ചീത്ത വിളിച്ച ശേഷമേ അവർ ഫ്ലീബാഗിനോട് സംസാരിക്കുകയുള്ളൂ. അതെ, അത് താറുമാറായി കിടക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ പിന്നെ ഫ്ലീബാഗിന്റെ ഏക രക്ഷപ്പെടൽ എന്ന് പറയുന്നത് സെക്സ് ആണ്. ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോൾ അയാളുടെ കമ്മിറ്റ്മെന്റും ഇമോഷണൽ അറ്റാച്ച്മെന്റും താങ്ങാനാവാതെ അവൾ കിടന്ന് പാടുപെടുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. പിന്നീട് ഒരു പോയിന്റിൽ ആ ബന്ധം ഇല്ലാതാവുകയും ചെയ്യുന്നു. ഫ്ലീബാഗ് സെക്സ് ചെയ്യുന്നത് ഒരിക്കലും പ്രണയം തോന്നിയിട്ടല്ല, മറിച്ച് അത് അവളുടെ ഒരു ആവശ്യമാണ്. ഇനിയിപ്പോൾ ആരുമില്ലെങ്കിൽ അവൾ മാസ്റ്റർബേറ്റ് ചെയ്യും. അവൾക്ക് റിയാലിറ്റിയിൽ നിന്നും മാറി നിൽക്കണം, അത്രമാത്രം. ആദ്യ സീസൺ തുടങ്ങുന്നത് തന്നെ അത്തരത്തിലൊരു സെക്സ് സീനിൽ നിന്നാണ്. പിന്നെ അവൾ ആ സെക്ഷൽ ഇന്റിമസി ആഗ്രഹിക്കുന്നുമുണ്ട്. ജീവിതത്തിൽ ആളുകളുമായുള്ള ഇന്റിമസി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് സെക്സിലൂടെ തിരിച്ചു പിടിക്കാൻ കൂടിയാണ് അവൾ ശ്രമിക്കുന്നത്. സീരീസിനെയും ഫ്ലീബാഗിനെയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്, ദ ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. സീരീസിലുടനീളം ഫ്ലീബാഗ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്രേക്ഷകരോടാണ്. ആദ്യം പറഞ്ഞ സെക്സ് സീനുകളിൽ പോലും അവൾ അവളുടെ ചിന്തകൾ നമ്മളുമായി പങ്കുവെക്കും. അതും ഒരു തരത്തിൽ അവളുടെ രക്ഷപ്പെടൽ തന്നെയാണ്. അവളുടെ ചിന്തകളിൽ നിന്നും സീരീസിലുടനീളം പ്രേക്ഷകന് ഒരു രക്ഷപ്പെടൽ സാധ്യമല്ല. നമ്മൾ എപ്പോഴും അവളുടെ മനസ്സും ആത്മാവും അടുത്തറിയുന്നവരായിരിക്കും. ആദ്യ സീസണിൽ നിന്നും രണ്ടാമത്തെ സീസണിലേക്ക് എത്തുമ്പോൾ ഫ്ലീബാഗിന്റെ ക്യാരക്ടർ ആർക്കിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ സീസണിൽ അവൾ വൾണറബിളും ഓണസ്റ്റുമാണ്. അത് പ്രേക്ഷകരോട് മാത്രമല്ല, മറിച്ച് അവളോട് തന്നെ. ഫ്ലീബാഗും കുടുംബവും ഒരുമിച്ചുള്ള ഒരു ഡിന്നറിൽ നിന്നാണ് സീസൺ ആരംഭിക്കുന്നത്. അവളുടെ കഥാപാത്രം അപ്പോഴേക്കും ആളുകളിൽ നിന്ന് സ്വയരക്ഷയ്ക്കായി ഒരു മതിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത് കുടുംബത്തിനടുത്തും റൊമാൻറ്റിക് ബന്ധങ്ങളിലുമെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ കാണികളോട് അവൾ ഒന്നുകൂടി അടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവളുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഫാമിലി ഡിന്നറിൽ വെച്ചാണ് പ്രേക്ഷകർ ദ ഹോട്ട് പ്രീസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഫ്ലീബാഗിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തി. ഫാമിലി ഡിന്നറിൽ അപരിചിതരായി മെല്ലെ മെല്ലെ പരിചയപ്പെട്ടു തുടങ്ങി. പിന്നീട് നല്ല സുഹൃത്തുക്കളും അതിനപ്പുറവുമായി മാറുന്നുണ്ടവർ. അയാൾക്ക് ദൈവമാണെല്ലാം, എന്നാൽ ഫ്ലീബാഗിന് ദൈവത്തിൽ വിശ്വാസമില്ല. ഈ വൈരുദ്ധ്യം തന്നെയാണ് അവരുടെ ബന്ധത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. സീരീസ് മുന്നോട്ട് പോകുന്തോറും അവർ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ആഴത്തിലേക്ക് പോകും. ഫ്ലീബാഗ് ഹോട്ട് പ്രീസ്റ്റിനോടുള്ള ആരാധന മൂലം ബൈബിൾ വായിക്കുകയും ദൈവം അയാൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെ അയാളെ കാണാനായി അവൾ ചർച്ചിൽ പോവുകയും അവിടുത്തെ കമ്മ്യൂണിറ്റി പരിപാടികളുടെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അവൾ എത്രമാത്രം അവളുടെ സ്വഭാവത്തിലെ മാറ്റത്തെയും വൾണറബിലിറ്റിയെയും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഫ്ലീബാഗ് നമ്മളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു കഥാപാത്രവും അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രീസ്റ്റ് അങ്ങനെയല്ല. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും
ഫ്ലീബാഗ് അപ്രത്യക്ഷയാകുന്നത് അയാൾക്ക് മനസ്സിലാകുകയും അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്ലീബാഗ് അതിലത്ര കംഫർട്ടബിൾ അല്ല. ഒരു നിമിഷത്തിൽ അവർ തമ്മിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഫ്ലീബാഗ് ചർച്ചിലെത്തി പ്രീസ്റ്റിനോട് കുമ്പസരിക്കും. എന്താണ് ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നാണ് അവൾ അയാളോട് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് ഇഷ്ടപ്പെടണം, എന്ത് വെറുക്കണം, എന്ത് കേൾക്കണം, എന്ത് വിശ്വസിക്കണം എന്നെല്ലാം എന്നോട് പറയാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്ന് ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവൾ പ്രീസ്റ്റിനോടായി പറയുന്നത്. ഫ്ലീബാഗ് തീർത്തും ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ. സുഹൃത്തിന്റെയും അമ്മയുടെയും മരണം അവളെ തനിച്ചാക്കി. പിന്നീട് അവൾക്ക് കിട്ടിയത് ഹോട്ട് പ്രീസ്റ്റിനെ ആയിരുന്നു. അയാളുമായി സെക്സ് ചെയ്യുന്നതിലൂടെ അവൾക്ക് അയാളോട് പ്രണയവും വരുന്നുണ്ട്. അവൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ അയാൾ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാൽ പ്രീസ്റ്റിന് അതിന് സാധിക്കുന്നില്ല. സീരീസിന്റെ അവസാനം അവൾ പ്രീസ്റ്റിനോട് തന്റെ പ്രണയം തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അതും കടന്നു പോകുമെന്നാണ് പ്രീസ്റ്റ് അവളോട് പറയുന്നത്. അതെ, ഇറ്റ് വിൽ പാസ്. ചിലപ്പോൾ അതും കടന്നു പോയേക്കാം. ചിലപ്പോൾ ഫ്ലീബാഗ് ഹാർട്ട് ബ്രോക്കൺ ആയി ജീവിതം തുടർന്നേക്കാം. എന്തായാലും സീരീസിന്റെ തുടക്കം പോലെയല്ല ഫ്ലീബാഗ് ഇപ്പോൾ. അവൾക്ക് സ്വന്തം വികാരങ്ങളെ പേടിയില്ല, വൾണറബിൾ ആകാൻ പേടിയില്ല, എക്സ്പ്രസീവ് ആകാൻ പേടിയില്ല. അവൾ തീർച്ചയായും ജീവിക്കുക തന്നെ ചെയ്യും.